മാസപ്പടി കേസിൽ വീണ വിജയന് കുരുക്കുമുറുകയാണ്. ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വേണ്ടി ED സമൻസ് അയച്ചിട്ടുണ്ട്. 12-ാം തീയതി ഹാജരാകണമെന്നാണ് സമൻസിൽ പറയുന്നത്. ഇപ്പോൾ മാസപ്പടി കേസിലെ ഏറ്റവും കൂടുതൽ അഴിമതിക്ക് വീണ വിജയന് ഇപ്പോൾ അഴിയെണ്ണുമോ അല്ലെങ്കിൽ ഇനി നിയമവശങ്ങളിലൂടെ കുരുക്കിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ സാധ്യതയുണ്ടാവുമോ? അല്ല, ഈ കേസ് എങ്ങനെയാണ് ഫോം ചെയ്തു വന്നത്? കാരണം ഇത് ഒരു സമയത്ത് SFI അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന കേസാണ്. ആ കേസിൽ അന്വേഷണം ഒരു ഘട്ടത്തിൽ ഡൽഹി ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നതുകൊണ്ടും ഒരു ഹർജി വന്നതുകൊണ്ടും അതിനൊരു തടസ്സം നേരിടുന്ന സമയത്താണ് ED ഈ കേസിലേക്ക് എൻട്രി ചെയ്യുന്നത്. ED അന്വേഷണം കൃത്യമായി നടന്നു. ഹൈക്കോടതിയെ അടക്കം സമീപിച്ച് ED അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ CMRL ആവുന്നത് ശ്രമിച്ചു. എന്നാൽ ഒന്നും നടന്നില്ല. ED അന്വേഷണം തുടരട്ടെ എന്ന് ഹൈക്കോടതി നിലപാടെടുത്തതോടെയാണ് ED തന്നെ കടുത്ത നടപടികളിലേക്ക് കടന്നതും ഇതിന്റെ എല്ലാ റിപ്പോർട്ടുകൾ ശേഖരിച്ചു. ഈ മാസപ്പടി CMRL-ഉം പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്സും തമ്മിലുള്ള എല്ലാ ഇടപാടുകളുടെയും രേഖകൾ അടക്കം ശേഖരിച്ചു. അതുപോലെ തന്നെ CMRL-ന്റെയും പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെയും അതുപോലെ തന്നെ മരുമകൻ റിയാസിന്റെയും മുൻമന്ത്രി ഇപ്പോഴത്തെ ബേപ്പൂർ MLA മുഹമ്മദ് റിയാസിന്റെ വീടുകളിൽ റെയ്ഡ് നടത്തി ആവശ്യമായ രേഖകളെല്ലാം ശേഖരിച്ച ശേഷം ആ റെയ്ഡ് സമയത്ത് പോലും വീണ വിജയനോട് ചോദിച്ച ഈ രേഖകൾ പിടിച്ചെടുത്ത രേഖകളിലെ വിശദീകരണത്തിൽ തൃപ്തികരമല്ല എന്നുള്ള കാരണം കൊണ്ടാണ് ഇപ്പൊ ED ഒരു നോട്ടീസ് അയച്ച് വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുന്നത്. നേരത്തെ SFIOയൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിലും ED വീണയെ ചോദ്യം ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അത് വളരെ നിർണായകമായ ഒരു ചോദ്യം ചെയ്യലാണ്. കാരണം എന്ന് പറയുന്നത് നേരത്തെയൊക്കെ ഇപ്പം CPM നേതാക്കൾ പല നേതാക്കളുടെ മക്കൾക്കെതിരെയും ഇതുപോലെയുള്ള ആരോപണം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അന്വേഷണം വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ ഇതുപോലൊരു സമാനമായ മയക്കുമരുന്ന് കേസിൽ കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടം. അന്ന് CPM എടുത്ത നിലപാട് എന്താണ്? അത് വ്യക്തിപരമായ കേസാണ്, കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെയുള്ള കേസാണ്, അതിൽ പാർട്ടി ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുകയായിരുന്നു. പക്ഷെ വീണയുടെ കാര്യം വരുമ്പോൾ അങ്ങനെയല്ല. കാരണം പിണറായി വിജയൻ താമസിക്കുന്ന വീട്ടിൽ ED പരിശോധന വന്നപ്പോൾ സംസ്ഥാന സെക്രട്ടറി അടക്കമാണ് ആ വീടിന് മുന്നിലെ ടാർട്ട റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. സംസ്ഥാന സെക്രട്ടറി ആ വീടിന് മുന്നിൽ പിണറായി വിജയനെ കാണുന്ന സമയത്താണ് ഇവിടെ പരിശോധന നടത്തിയിട്ട് ഇറങ്ങിപ്പോയ ED ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ ആക്രമിച്ചത്. അപ്പോൾ ഈ ബിനീഷ് കോടിയേരിയുടെ കേസ് പോലെ അല്ല CPM വീണ വിജയന്റെ കേസ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ചെയ്യൽ നിർണായകമാണ്. CPM-നും അതുപോലെ തന്നെ പിണറായി വിജയനും ഈ കേസിന്റെ രേഖകളെല്ലാം നേരത്തെ തന്നെ പരിശോധിച്ചതാണ്. അതുപോലെ തന്നെ ഇതിൽ ഏകദേശം 180ഓളം അക്കൗണ്ടുകൾ കണ്ടുകെട്ടിയിട്ടുള്ളതാണ്. അതിന്റെ പൈസ ഫ്രീസ് ചെയ്താണ്. അതിൽ ആ അക്കൗണ്ടുകളിലുള്ള കോടികളായ 100 കോടിക്ക് മേലുണ്ടെന്ന് തോന്നുന്നു. ആ പണം കണ്ടുകെട്ടാനുള്ള നടപടി ED ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായ തെളിവുകൾ EDക്ക് മുന്നിലുണ്ട്. അപ്പൊ അത് നിരത്തിയായിരിക്കും ചോദ്യം ചെയ്യുന്നത്. ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് വളരെ വ്യക്തമാണ്. കാരണം ചെയ്യാത്ത സേവനത്തിന് CMRL-ഉം എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടിൽ ഒരു സേവനവും നൽകിയിട്ടില്ലെന്നും ചെയ്യാത്ത സേവനത്തിനാണ് പണം കൈപ്പറ്റിയത്. ആരാണ് കൈപ്പറ്റിയത്? അന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകളാണ് കൈപ്പറ്റിയത്. അപ്പം മുഖ്യമന്ത്രി സ്ഥാനത്ത് അച്ഛൻ ഇരിക്കുന്നതിന്റെ ആനുകൂല്യത്തിന്റെ ഭാഗമായി തന്നെയായിരിക്കാം നൽകാത്ത സേവനത്തിന് ഏകദേശം 3 കോടി രൂപ വീണ വിജയൻ കൈപ്പറ്റിയത്. ഇതല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത വീണയ്ക്കാണ്. അതിന് കഴിഞ്ഞില്ലെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൃത്യമായി പോകുമെന്നും ഉറപ്പാണ്. അപ്പോൾ ഈ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് വീണ വിജയൻ ഇതുപോലെ മാസപ്പടി കൈപ്പറ്റിയതെന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ചോദ്യവിരൽ ഒരു പക്ഷേ പിണറായി വിജയനിലേക്കും നീണ്ടുകൂടെ? അല്ല, സ്വാഭാവികമായിട്ടും വരാം. കാരണം അത് തന്നെയാണ് ഈ കേസിന് എപ്പോഴും ചുക്കാൻ പിടിച്ചിരുന്ന ഷോൺ ജോർജ് അടക്കമുള്ള ആൾക്കാർ പറയുന്നത്. അതുകൊണ്ടാണ്. കാരണം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് മകളുടെ കമ്പനിക്ക് ചെയ്യാത്ത സേവനത്തിന് പണം നൽകുന്നത്. അപ്പൊ അതൊരു അഴിമതിയാണ്. കാരണം അച്ഛൻ മുഖ്യമന്ത്രിയായ സ്ഥാനത്തിരിക്കുന്നതിന്റെ അധികാരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പണം കൈമാറുക. ഇതിന് പിന്നെ നടക്കുന്ന ഇടപാടുകൾ നിരവധിയാണ്. കാരണം വീണ വിജയന് വായ്പ അനുവദിക്കുന്നു CMRL-ന്റെ കമ്പനി തന്നെ. എന്നിട്ട് അതിനുശേഷം വായ്പ അടയ്ക്കാനുള്ള പണവും CMRL കമ്പനി തന്നെ അനുവദിക്കുന്നു. CMRL എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് കൊടുക്കുന്ന നിക്ഷേപമുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം കൂടിയാണ്. അപ്പൊ ആ സ്ഥാപനത്തിന്റെ പണമാണ് ഇത് ഉപയോഗിച്ചിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ കള്ളപ്പണ ഇടപാട് മാത്രമല്ല, അഴിമതി നിരോധന നിയമപ്രകാരവും കേസെടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പിണറായി വിജയനും അത് കുരുക്കായി വരാം. അതുമാത്രമല്ല, വീണ വിജയൻ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ CPM-നകത്ത് നിലവിലെ പൊട്ടിത്തെറിക്കൊപ്പം ഈ അറസ്റ്റും കൂടെ ഉണ്ടാക്കുന്ന ആ ഒരു വെല്ലുവിളി, അതിനെ എങ്ങനെ പിണറായി അതിജീവിക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇപ്പം മകളുടെ
ഇടപാട് സംബന്ധിച്ച് വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോൾ അണികളെ ഇറക്കി ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് അന്ന് പിടിച്ചു നിന്നു. പക്ഷെ അറസ്റ്റ് വരുമ്പോൾ ആ രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയുമോ എന്നുള്ളത് ഇനിയാവണം. കാരണം ഇപ്പൊ തന്നെ നിലവിൽ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തുനിന്ന് ഇരുത്തരുത് എന്ന് CPM-ന്റെ അണികൾക്കിടയിലും അതുപോലെ തന്നെ സാധാരണ പ്രവർത്തകർക്കിടയിലും ഉണ്ട്. നേതാക്കൾക്ക് ആ അഭിപ്രായം ഇല്ലായിരിക്കാം, പക്ഷെ താഴെ തട്ടിലുള്ള അണികൾക്ക് പ്രവർത്തകർക്ക് ആ അഭിപ്രായമുണ്ട്. ഈ അറസ്റ്റ് കൂടെ നടക്കുകയും അഴിമതി നിരോധന നിയമം ഇതിൽ പ്രാബല്യത്തിൽ കൂടി വരികയാണെങ്കിൽ പിണറായി വിജയനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുള്ള അഭിപ്രായം CPM-നകത്ത് തന്നെ സ്വാഭാവികമായി വരാം. അങ്ങനെ വലിയ വെല്ലുവിളികളാണ് പിണറായി വിജയനെ കാത്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നടന്ന റെയ്ഡിൽ ED ഒരുപാട് രേഖകൾ പരിശോധിച്ചു എന്ന് പറയുന്നു. പക്ഷെ അതേസമയം ED കാര്യമായിട്ടുള്ള ഒന്നും പിടിച്ചെടുത്തില്ല എന്ന രേഖാമൂലം ഒരാളുടെ മുന്നിൽ എഴുതി കൊടുത്തിട്ടാണ് ED അവിടെ നിന്ന് പിന്തിരിഞ്ഞത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു പൊരുത്തക്കേട് എന്താണെന്ന് സൂചിപ്പിക്കുന്നത്? അല്ല, ഇതിപ്പം ED എപ്പോഴാണ് പരിശോധന? ഈ മാസപ്പടി കേസിന്റെ ആരോപണം നടന്നത് 3-4 വർഷം പഴക്കമുള്ള ഒരു ആരോപണമാണ്. മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പിണറായി വിജയനെതിരെ ഉയർന്ന ഒരു ആരോപണത്തിലും കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല. സ്വർണ്ണക്കടത്തിൽ നടത്തിയിട്ടില്ല, ലൈഫ് മിഷൻ കോഴയിൽ നടന്നിട്ടില്ല. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി വരെ അറസ്റ്റിലായ കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ ഒന്നും ഒരു പരിശോധനയ്ക്ക് പോലും ഒരു കേന്ദ്ര ഏജൻസി വന്നില്ല. ആ കാലം മുതലുള്ള കേസാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ക്ലിഫ് ഹൗസിൽ നിന്ന് മാറി പുതിയ വാടക വീട്ടിലേക്ക് താമസം മാറുമ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും രേഖകൾ കണ്ടെത്തിയോ എന്നുള്ളതല്ല, അവിടെ വന്ന് ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ചും ഇടപാടുകളെ കുറിച്ചും പരിശോധനയുടെ ഭാഗമായി അവിടെ പരിശോധിച്ചിട്ടുണ്ട്. ഈ ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ച്, ഈ CMRലുമായുള്ള ഇടപാടിനെ കുറിച്ച് വീണയോട് ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് കൃത്യമായി മറുപടി പറഞ്ഞില്ല എന്നാണ് ED വൃത്തങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ തുടർ നടപടി സ്വീകരിക്കുന്നത്. ഈ റെയ്ഡിൽ നിന്ന് എന്ത് കണ്ടെടുക്കുന്നു എന്നുള്ളതല്ല, റെയ്ഡ് നടത്തതെല്ലാം ഒരു നടപടിക്രമത്തിന്റെ ഭാഗമാണ്. കാരണം ഇതെല്ലാം ബാങ്ക് വഴിയാണ് പോയത്, ഇതിന് എന്ത് സേവനം കൊടുത്തു എന്നുള്ളതിന്റെ ചോദ്യത്തിനാണ് വീണ മറുപടി പറയേണ്ടി വരുന്നത്. ആ മറുപടി പറയാത്തിടത്തോളം കാലം ഇതൊരു കള്ളപ്പണ ഇടപാടാണ്, ഇതൊരു അഴിമതി തന്നെയാണ്. അപ്പൊ അതിനാണ് മറുപടി പറയേണ്ടത്. അപ്പൊ ഈ രേഖാമൂലം എഴുതി കൊടുത്തു എന്ന് പറയുന്നത് CPM പ്രചരിപ്പിക്കുന്ന ഒരു ക്യാപ്സൂൾ മാത്രമാണ്. കാരണം 4 വർഷം കഴിഞ്ഞിട്ട് നേരത്തെ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിയ ആ സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഇടപാടിന്റെ രേഖകൾ മാത്രം എല്ലാം ആ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരിക്കാൻ വേണ്ട മാത്രം മണ്ടരൊന്നും അല്ലല്ലോ ഈ മനുഷ്യക്കാരും. അതുകൊണ്ട് തന്നെ അതൊന്നും കാര്യമില്ല. കാരണം ആ പരിശോധന നടത്തുന്ന സമയത്ത് കണ്ടെത്തുന്ന ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തു എന്നുള്ളത് പിണറായി വിജയനും സമ്മതിച്ചിട്ടുണ്ട്. വീണയുടെ ഒരു ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ അതിന്റെ വിവരങ്ങൾ തേടുകയായിരിക്കാം ചെയ്തത്. അതിൽ വ്യക്തത ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇപ്പൊ സമൻസ് നൽകി വിളിപ്പിച്ച് ചോദ്യം ചെയ്യുന്നത്. വീണയ്ക്ക് മാത്രമല്ല, കരിമണൽ കമ്പനി CMRലിന്റെ ഉടമയ്ക്കും ഭാര്യയ്ക്കും മകനും ഉദ്യോഗസ്ഥർക്കും അടക്കം 9 പേർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് വെള്ളിയാഴ്ച ഹാജരാകാൻ വേണ്ടി. അപ്പൊ ഈ നിർണായകമായ ചോദ്യം ചെയ്യലാണ് ഇവരെ ഒറ്റയ്ക്കോ ഒരുമിച്ചിരുത്തിയും ചോദ്യം ചെയ്യലായിരിക്കാം EDയുടെ മുന്നിലുണ്ടാവുന്ന ഒരു വഴി. ഈ എക്സാലോജിക്കുമായി ഉണ്ടാക്കിയ കരാറിൽ വീണ വിജയന്റെ അഡ്രസ്സ് വെച്ചിരിക്കുന്നത് AK സെന്ററിന്റെ ഭാഗമായ ചിന്താ ഫ്ലാറ്റാണ്. ആ ഒരു ചിന്താ ഫ്ലാറ്റിലേക്ക് ED കടന്നു കയറിയിട്ടില്ല. ഒരുപക്ഷെ CPM എന്നുള്ള പാർട്ടിയോടുള്ള ഒരു ഭയം കൊണ്ടായിരിക്കല്ലേ ഈ ഒരു അവിടെ റെയ്ഡ് നടത്താൻ മുതിരാത്തത്? അല്ല, ഒരു സംസ്ഥാനത്തെ ഒരു പ്രധാന പാർട്ടിയുടെ ഓഫീസാണ്, സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിലാണ് ആയാണ് AK സെന്റർ അന്ന് പ്രവർത്തിച്ചിരുന്നത്. ഇന്നിപ്പോ പുതിയ AK സെന്റർ ഉണ്ട്, അതിന് ചേർന്നുള്ള ചിന്താ ഫ്ലാറ്റാണ് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്ത് പാർട്ടി അനുവദിച്ച് നൽകിയതാണ്. അവിടെയായിരുന്നു ഈ കുടുംബത്തോടൊപ്പം പിണറായി വിജയൻ താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മകൾ ഒരു കമ്പനി തുടങ്ങിയപ്പോൾ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സായി AK സെന്ററിന്റെ അഡ്രസ്സ് കൊടുത്തു എന്നുള്ളതാണ്. ഈ ആനുകൂല്യങ്ങളൊന്നും വേറെ ആർക്കും കിട്ടില്ല എന്നുള്ളതാണ്. കാരണം കോടിയേരി ബാലകൃഷ്ണന്റെ മകനോ MP ഗോവിന്ദന്റെ മകനോ അല്ലെങ്കിൽ EP ജയരാജന്റെ മകനോ ഒന്നും ഒരു കമ്പനി തുടങ്ങുമ്പോൾ AK സെന്ററിന്റെ അഡ്രസ്സ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിണറായി വിജയൻ ആയതുകൊണ്ട് അതന്ന് നടന്നു. പിന്നെ ഇതിൽ പരിശോധന നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയുടെ അഡ്രസ്സ് അവിടെ ആയതുകൊണ്ടും പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ കയറി ഒരു ED പരിശോധന എന്ന് പറയുന്നത് CPM കുറച്ചുകൂടി അതിനെ വൈകാരിക വിഷയമായി ഉയർത്തുമെന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ടായിരിക്കാം ഇതിന് അത്തരത്തിലുള്ള കടുത്ത കടകളിലേക്കൊന്നും കടക്കാതെ കൃത്യമായി രേഖകൾ ശേഖരിക്കുക, ഇതിന്റെ ഇടപാടുകളുടെ രേഖകൾ ശേഖരിക്കുക, ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക, അതിൽ വ്യക്തത വരുത്തുക. അതായിരിക്കും EDയുടെ ഒരു ലൈനാണ്. ഇപ്പൊ ഇതുവരെ അങ്ങനെയാണ് പോയിട്ടുള്ളത്. കാരണം വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം കൃത്യമായ രേഖകൾ ശേഖരിച്ച് പരിശോധനകൾ. അതിൽ EDയെ ആക്രമിക്കപ്പെട്ടപ്പോഴാണ് അതൊരു കോലാഹലമായി മാറിയത്. അല്ലെങ്കിൽ പിണറായിയുടെ വീട്ടിൽ പരിശോധന നടത്തി പോയ ED സംഘം പോയി എന്നുള്ള ഇതിൽ തീർന്നേനെ. അപ്പൊ അതായിരിക്കാം ഇതിന്റെ രേഖകൾ പരമാവധി ശേഖരിച്ച് ഒരു വ്യക്തത വരുത്തുക, ആ ഒരു രീതിയിലായിരിക്കാം. അത് മാത്രമല്ല, ഇപ്പൊ ഈ വീണയ്ക്കൊപ്പം ED ഉദ്യോഗസ്ഥരെ ഉപദ്രവിച്ച ആ CPM പ്രവർത്തകരും
ഇപ്പോൾ ഇനി പുറത്തിറങ്ങാൻ ഒരുപാട് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വിയർക്കും, അല്ലെങ്കിൽ ഈ ഒരു കേസിൽ CPM ഒരുപാട് വിയർക്കാൻ സാധ്യതയുണ്ട്. അല്ല, അത് എന്തൊക്കെ വകുപ്പാണ്? വധശ്രമം അടക്കമുള്ള വകുപ്പുകളാണ് ഇതിൽ ചുമർത്തിയിരിക്കുന്നത്. ആ കേസുകളിൽ നിന്ന് എങ്ങനെയാണ് വരുന്നത്? ഒരു കേന്ദ്ര ഏജൻസിയാണ് ആക്രമിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പശ്ചിമ ബംഗാളിലൊക്കെ കണ്ടിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് അവിടെ ഈ റെയ്ഡിന് വന്ന ED ഉദ്യോഗസ്ഥരെ TMC പ്രവർത്തകർ തല്ലി ഓടിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അന്ന് അവിടെ എന്താണ് നടന്നത്? ED ഡയറക്ടർ തന്നെ നേരിട്ട് ചെന്ന് ആ സംഭവത്തിൽ ഒരു CBI അന്വേഷണമാണ് നടന്നത്. ഇപ്പോൾ നിലവിൽ ഇവിടെ കേരളത്തിൽ നടന്നതിന് ED ഡയറക്ടർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കേന്ദ്ര ഏജൻസി ആക്രമിച്ചത് കൊണ്ട് തന്നെ ഒരു CBI കേസിനുള്ള സാധ്യതയും തെളിഞ്ഞു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ വധശ്രമത്തിലധികം ജയിലിൽ കിടക്കുന്നവർ ഇപ്പോൾ എങ്ങനെ വരുന്നാലും ഈ ജാമ്യം കിട്ടാൻ ഒരു 30 ദിവസത്തിൽ കൂടുതൽ എടുക്കുന്ന വകുപ്പുകളെല്ലാം ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു CBI കേസ് കൂടെ വന്നു കഴിഞ്ഞാൽ ഇവർ പല ഘട്ടങ്ങളിലായിട്ട് ഇപ്പൊ ആവേശത്തിന് ചീമുട്ട എറിഞ്ഞവരും മറ്റേ എല്ലാവരും ഉറപ്പാണ്. അവർ ഈ കേസുകളൊക്കെ തീരാൻ കാലങ്ങളെടുക്കും. ഈ കേസുകളെല്ലാം കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കാം. എന്താണ് കേസെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ നേതാവിന്റെ മകൾ നടത്തിയ ഒരു തട്ടിപ്പിന് അല്ലെങ്കിൽ ഒരു കള്ളപ്പണ ഇടപാടിന് പരിശോധിക്കാൻ വന്ന സംഘത്തെ ആക്രമിച്ച ധീര വിപ്ലവ പ്രവർത്തനം എന്ന് പറയുന്നത് അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ.